നമസ്കാരം. കൊല്ലം RTO ഓഫീസിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന ചാത്തന്നൂർ മീനാട് സ്വദേശി പി അജയ്കുമാറിനെ അതീവ ഗുരുതരമായ അഴിമതിയും സുരക്ഷാ വീഴ്ചയും കണ്ടെത്തിയതിനെ തുടർന്ന് അന്വേഷണ വിധേയമായി ഗതാഗത വകുപ്പ് സസ്പെൻഡ് ചെയ്തു. വർഷങ്ങളുടെ ഔദ്യോഗിക സേവനത്തിനു ശേഷം സർവീസിൽ നിന്ന് വിരമിക്കാൻ വെറും ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ 2026 മെയ് 30-നാണ് അജയ്കുമാറിനെതിരെ നടപടിയുണ്ടായത്. ഓഫീസിൽ സഹപ്രവർത്തകർ ഇദ്ദേഹത്തിനായി വിപുലമായ യാത്രയപ്പ് ചടങ്ങുകൾ ഒരുക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി സസ്പെൻഷൻ ഉത്തരവെത്തിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ അതീവ സുരക്ഷിതമായ ഔദ്യോഗിക സാരഥി സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നതിനായി ഉദ്യോഗസ്ഥന് മാത്രം വ്യക്തിഗതമായി അനുവദിച്ചിരുന്ന യൂസർ ഐഡിയും പാസ്വേഡും ഒരു സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരിക്ക് നിയമവിരുദ്ധമായി കൈമാറി ലൈസൻസ് തിരിമറിക്ക് ഒത്താശ ചെയ്തു എന്നതാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാന കുറ്റം. ഔദ്യോഗിക പദവിയിലിരിക്കെ 2 വർഷം മുൻപ് ചാത്തന്നൂർ കേന്ദ്രീകരിച്ച് വാഹൻ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ എന്ന പേരിൽ അജയ്കുമാർ സ്വന്തം ബിനാമികളുടെ പേരിൽ നിയമവിരുദ്ധമായി ഒരു സ്ഥാപനം ആരംഭിച്ചിരുന്നു. തുടർന്ന് ഇതിന്റെ പുതിയൊരു ശാഖ കൊല്ലം ആശ്രമം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിന് തൊട്ടടുത്തായി തുടങ്ങി അതീവ രഹസ്യമായി ഇദ്ദേഹം തന്നെ നേരിട്ട് നിയന്ത്രിച്ചു വരികയായിരുന്നു. ഈ സ്ഥാപനത്തിലെ ജീവനക്കാരിക്കാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള ലോഗിൻ വിവരങ്ങൾ ഉദ്യോഗസ്ഥന് കൈമാറിയത്. ഈ വിവരങ്ങൾ പൂർണ്ണമായും കൈക്കലാക്കിയ ജീവനക്കാരി RTO ഓഫീസിന് പുറത്തിരുന്ന് ലോഗിൻ ചെയ്ത് ഒട്ടനവധി ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകൾ യഥേഷ്ടം പാസാക്കിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭ്യന്തര IT വിഭാഗം ഡിജിറ്റൽ രേഖകളുടെ IP അഡ്രസ് കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയമായ പരിശോധനയിലാണ് ഓഫീസിന് പുറത്തു നിന്നുള്ള ഈ സൈബർ സുരക്ഷാ ലംഘനം കൃത്യമായി ബോധ്യപ്പെട്ടത്. നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നത് കേരളത്തിൽ നേരിട്ടെത്തി ഗ്രൗണ്ട് ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതുമായ ചില അപേക്ഷകരുടെ ഫയലുകളിലാണ് ഇവർ വ്യാപകമായി ക്രമക്കേടുകൾ നടത്തിയത്. നിർബന്ധിത ഡ്രൈവിംഗ് ടെസ്റ്റിൽ നേരിട്ട് പങ്കെടുത്ത് യോഗ്യത തെളിയിക്കാത്തവർക്ക് പോലും നിയമവിരുദ്ധമായി ലൈസൻസ് അനുവദിക്കാൻ അജയ്കുമാർ ഒത്താശ ചെയ്തു. പ്രാഥമികമായി പരിശോധിച്ച 50ഓളം ലൈസൻസ് ഫയലുകളിൽ നിന്നും വിദേശത്തുള്ള ചില വ്യക്തികൾക്ക് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് 4 ചക്ര വാഹനങ്ങളുടെ ലൈസൻസിനൊപ്പം യാതൊരുവിധ പരിശോധനയുമില്ലാതെ ഇരുചക്ര വാഹനങ്ങളുടെ ലൈസൻസ് കൂടി പൂർണ്ണമായും അനധികൃതമായി ചേർത്ത് കൊടുത്തതായി വ്യക്തമായി തെളിവുകൾ സഹിതം കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലം RTO ഓഫീസിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളിലും ലൈസൻസ് വിതരണത്തിലും ഇടനിലക്കാരുടെയും സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകളുടെയും ഇടപെടൽ വർദ്ധിക്കുന്നതായി പൊതുജനങ്ങളിൽ നിന്നും വ്യാപക പരാതി ലഭിച്ചതിനെ തുടർന്ന് വിജിലൻസ് സംഘം ഓഫീസിൽ മിന്നൽ പരിശോധന നടത്തുകയും ഉദ്യോഗസ്ഥരുടെ ഡിജിറ്റൽ ലോഗ് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭ്യന്തര അന്വേഷണത്തിലും MVAയുടെ ഭാഗത്തു നിന്ന് അതീവ ഗുരുതരമായ വീഴ്ചയും അഴിമതിയും തെളിഞ്ഞ സാഹചര്യത്തിലാണ് സസ്പെൻഷന് ശുപാർശ ചെയ്തത്. വകുപ്പിന്റെ ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങളെ പൂർണ്ണമായി അട്ടിമറിച്ച ഈ അനധികൃത തിരിമറിയിലൂടെ അനുവദിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ ഡ്രൈവിംഗ് ലൈസൻസുകളും അടിയന്തരമായി കണ്ടെത്തി റദ്ദാക്കുന്നതിനായിട്ടുള്ള സ്പെഷ്യൽ ഓഡിറ്റ് നടപടികൾ ഗതാഗത വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. കുറ്റക്കാരനായ ഉദ്യോഗസ്ഥന് നിലവിൽ സർവീസിൽ നിന്നും വിരമിച്ച നിലയിലായതിനാൽ ഇദ്ദേഹത്തിനെതിരെ വകുപ്പ് തലത്തിൽ വിപുലമായ അന്വേഷണം നിർബന്ധിതമായി പൂർത്തിയാക്കി പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത അച്ചടക്ക നിയമ നടപടികളിലേക്ക് സർക്കാർ കടക്കും. ഇതിനൊപ്പം ഈ ക്രമക്കേടിൽ നേരിട്ട് പങ്കാളിയായ വാഹൻ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിന്റെ ലൈസൻസ് അടിയന്തരമായി റദ്ദാക്കാനും കേരളത്തിലുടനീളം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ പ്രവർത്തിക്കുന്ന മറ്റ് ഡ്രൈവിംഗ് സ്കൂളുകൾ കണ്ടെത്തുകയാണെങ്കിൽ അവയുടെ ലൈസൻസുകൾ റദ്ദാക്കാനും സംസ്ഥാന വ്യാപകമായി കടുത്ത നടപടികൾ സ്വീകരിക്കും. ഔദ്യോഗിക ലോഗിൻ വിവരങ്ങൾ നിയമവിരുദ്ധമായി കൈവശം വെച്ച് ദുരുപയോഗം ചെയ്ത ഡ്രൈവിംഗ് സ്കൂളിലെ ജീവനക്കാരിക്കെതിരെ അടിയന്തരമായി ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് ശക്തമായ നിയമ നടപടികളും കൈക്കൊള്ളും. ഇത്തരം ID, പാസ്വേഡ് ദുരുപയോഗങ്ങളും ക്രമക്കേടുകളും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥർക്ക് വാഹൻ സാരഥി സോഫ്റ്റ്വെയറുകളിൽ ലോഗിൻ ചെയ്യുന്നതിനായി നിലവിലുള്ള OTP സംവിധാനങ്ങൾക്ക് പുറമെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ബയോമെട്രിക് ലോഗിൻ സംവിധാനം കൂടി അടിയന്തരമായും നിർബന്ധമായും ഉൾപ്പെടുത്താൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ നേരിട്ടല്ലാതെ മറ്റാരും സിസ്റ്റം കൈകാര്യം ചെയ്യുന്നില്ലെന്നത് ഉറപ്പാക്കാൻ ഇത് അത്യന്താപേക്ഷിതമാണ്. കൂടാതെ അജയ്കുമാർ തന്റെ ഔദ്യോഗിക പദവിയും അധികാരവും ദുരുപയോഗം ചെയ്ത് വർഷങ്ങളായി നടത്തിവന്ന ഇത്തരം നിയമവിരുദ്ധ ഇടപാടുകളിലൂടെ വൻതോതിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളതായും സംശയിക്കുന്നു. അതിനാൽ പൊതുജനങ്ങളുടെ വിശ്വാസത്തെ വീണ്ടെടുക്കുന്നതിനും അഴിമതി പൂർണ്ണമായി പുറത്തു കൊണ്ടുവരുന്നതിനുമായി ഇദ്ദേഹത്തിന്റെ നാളിതുവരെയുള്ള ഔദ്യോഗിക സേവന കാലയളവിലെ സമ്പാദ്യങ്ങളെയും അനധികൃത സാമ്പത്തിക ഇടപാടുകളെയും കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയെ ഉൾപ്പെടുത്തി ഇദ്ദേഹത്തിന്റെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് വിപുലമായ ഒരു പ്രത്യേക അന്വേഷണം കൂടി അടിയന്തരമായി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനും ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.